സുനിഷ അയലൂർ നമ്മളോടൊപ്പം തുടരുകയാണ്. സുനിഷ, ഇതിപ്പോ ഇങ്ങനെ ഒരു വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലൂടെ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമേ ഉള്ളോ മഴ ലഭിക്കുന്നത് വരെ? നിലവിൽ KCB കണക്കുകൂട്ടുന്നത് അങ്ങനെയാണ്. നിലവിൽ ലോഡ് കൂടുന്ന ഇടങ്ങളിൽ ഇത്തരത്തിൽ SMS മുഖാന്തരം പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഏറെക്കുറെ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ് KCBയുടെ നിലവിലെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ദിവസം പോലും 6000 അടുത്ത് തന്നെയാണ് ഈ വൈദ്യുതി ആവശ്യകത, പീക്ക് ടൈം ആവശ്യകത എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് കുറയ്ക്കാൻ ഇത്തരത്തിൽ ലോഡ് കൂടുന്ന ഇടങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നിലവിലെ ആലോചന. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ 250 മെഗാവാട്ട് വൈദ്യുതി അടക്കം വാങ്ങാൻ കിട്ടുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ, ഇതും പൂർണ്ണമായും വൈദ്യുതി ലഭിച്ചു തുടങ്ങിയിട്ടില്ല, ഇത് അപേക്ഷ നൽകിയിട്ടാണുള്ളത്. അതിനുശേഷം അതിനുശേഷം വൈദ്യുതി ലഭിക്കുകയാണെങ്കിൽ അതും ഏറെക്കുറെ ആശ്വാസമാകുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഇത്തരത്തിൽ വൈദ്യുതി പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം വൈദ്യുതി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു കരാർ കൂടി എക്സ്പയർഡ് ആവുകയും ചെയ്യും. അതോടുകൂടി പ്രതിസന്ധി ഉണ്ടാകും. മഴ എത്രയും പെട്ടെന്ന് ലഭ്യമാകുമെന്നുള്ളതാണ് KCBയുടെ അടക്കം പ്രതീക്ഷ. നമ്മുടെ ഡാമുകളിലൊക്കെ 30% അടുത്ത് മാത്രമേ ജലസംഭരണമുള്ളൂ എന്നതും സാഹചര്യമാണ്. MG പ്രതീഷ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. MG പ്രതീഷ്, കറണ്ട് കട്ടല്ല, ലോഡ് ഷെഡിംഗ് അല്ല, പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ സർക്കാർ ഇതിനെ അവതരിപ്പിക്കുന്നത്. അത് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ആയിരിക്കും എന്ന ഒരു വിവരവും കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. മാധു, തീർച്ചയായും പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴും പ്രഖ്യാപിത വൈദ്യുത നിയന്ത്രണത്തിലേക്ക് KCB കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പരസ്യമായി തന്നെ ആ നിലപാട് അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനം പറഞ്ഞുകൊണ്ട് പോകാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി ഉണ്ടായ ഒരു പ്രതിഷേധം അതിന്റെ കൂടി ഭാഗമായാണ്. നേരത്തെ അപ്രഖ്യാപിതമായ വൈദ്യുതി നിയന്ത്രണം പലയിടങ്ങളിലും ഉണ്ടായി. അതിലൂടെ ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ KCBക്ക് ഉണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായി പ്രതിഷേധങ്ങൾ, പരസ്യമായി പ്രതിഷേധങ്ങൾ KCB ഓഫീസുകളിലേക്ക് കൂടി നീടിയതോടുകൂടിയാണ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇത്തരത്തിൽ പവർ കട്ടിലേക്ക് പോകാം എന്നുള്ള തീരുമാനം എത്തിയിട്ടുള്ളത്. നിലവിൽ 15 മുതൽ 30 മിനിറ്റ് വരെ നിയന്ത്രണം ഉണ്ടാകുമെന്നതാണ് പ്രധാനമായും KCB അറിയിക്കുന്നത്. പീക്ക് ലോഡ് കൂടുതലുള്ള ഇടങ്ങളിൽ, പീക്ക് സമയങ്ങളിൽ ലോഡ് കൂടുതലുള്ള ഇടങ്ങളിലായിരിക്കും ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുന്നത്. നേരത്തെ ഈ മുന്നറിയിപ്പില്ലാതെ പവർ കട്ട് ഉണ്ടാകുന്നത് സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. കാരണം 11 മണിക്ക് ശേഷമൊക്കെയാണ് പലയിടങ്ങളിലും വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് പ്രായമുള്ളവരെയും ചെറിയ കുട്ടികളെയും അടക്കം വലുതായി ബാധിച്ചിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ കൂടുതലിടങ്ങളിൽ ഈ പവർ കട്ട് ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടി KCB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഈ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും. അത് പ്രഖ്യാപിതമായി തന്നെ ഉണ്ടായിരിക്കും. നേരത്തെ കൂട്ടി SMS-ലൂടെ ഉപഭോക്താക്കളെ അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ KCB നമ്മളെ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ അത് ജനങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ, യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ, ചിലപ്പോൾ ചിലയിടത്ത് 15 മിനിറ്റ് ആണെങ്കിൽ ചിലയിടത്ത് അരമണിക്കൂർ, ചിലയിടത്ത് 1 മണിക്കൂർ എന്ന നിലയ്ക്ക് പവർ ഫെയിലിയർ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ എപ്പോൾ വരും എന്ന കൃത്യമായ അറിയിപ്പ് പോലും ലഭ്യമാകാത്ത സാഹചര്യമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് വലിയ വിവാദങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രഖ്യാപിത പവർ കട്ടിലേക്ക് പോവുകയാണ്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് KCB ഈ വൈദ്യുതി നിയന്ത്രണം അവതരിപ്പിക്കുന്നത്.